ഹലോ ഗൈസ്, എല്ലാവർക്കും യൂടെക്കിൻ്റെ പുതിയ വീഡിയോയുടെ സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴായിട്ട് യൂസ് ചെയ്ത സംഭവമാണ് നമ്മൾ ഇത്തരത്തിലുള്ള കീബോർഡ്, മൗസ് എന്നുള്ളതൊക്കെ. അപ്പോൾ രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവമൊക്കെ നമ്മൾ കമ്പ്യൂട്ടറായാലും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ കണ്ട ഷോട്ടോട് കൂടി ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് വലിയ സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ ജസ്റ്റ് നിങ്ങൾ കേൾക്കാതെക്കാൻ വേണ്ടി പുറത്ത് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കേൾക്കാതെക്കാനാണ് മൊബൈൽ ഫോണിൽ ഓടി റെക്കോർഡ് ചെയ്ത് എന്നിട്ടോ യാതൊരു രക്ഷയില്ല, നല്ല രീതിയിൽ വീണ്ടും കേൾക്കുകയാണ്. അപ്പോൾ എന്തായാലും ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് കൊടുക്കേണ്ട അവസ്ഥ വന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലൊക്കെ ആയിട്ട് കീബോർഡ് മൗസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നമുക്ക് ആകെ അറിയുന്നതെന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പിൽ ഒന്നെങ്കിൽ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ ആകെ യൂസ് ചെയ്യാനോ നമുക്ക് അറിയുണ്ടാവുള്ളൂ. എന്നാൽ ഈ ഒരു സംഭവം വെച്ച് കണ്ട് ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ നിലത്തോട്ട് വീണാൽ ഡിസ്പ്ലേ പോയി, ചില ഭാഗത്ത് നമുക്ക് ടച്ച് കിട്ടുന്നില്ല, അങ്ങനെ പല അവസ്ഥയിൽ പലർക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള കീബോർഡ് മൗസൊക്കെ യൂസ് ചെയ്ത് കണ്ട് നമുക്ക് ടച്ച് ചെയ്യാനുള്ള ഭാഗത്ത് ടച്ച് ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ മറ്റൊരു ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാനും അങ്ങനെ പല സംഭവങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൂടെ നമ്മൾ മാറ്റിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇന്നത്തെ വീഡിയോ മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കീബോർഡ് മൗസൊക്കെ നമ്മൾ മൊബൈൽ ഫോണിലൊക്കെ യൂസ് ചെയ്ത് കണ്ട് മൊബൈൽ ഫോണിൽ പല ക്ലിക്ക് ചെയ്ത് കണ്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പല സംഭവങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ചെയ്ത് നോക്കാനും വേണ്ടിക്കാണ്ട് മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മൗസും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ഈ രണ്ട് സംഭവം വെച്ചിട്ടുണ്ടോ, അതിന് ശേഷം നമുക്ക് കീബോർഡ് എങ്ങനെയോട്ടൊക്കെ കിടക്കാം. അപ്പോൾ അതിന് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലായിട്ടൊരു ബ്ലാക്ക് ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ മൊബൈൽ ഫോൺ ആദ്യം നമുക്കൊരു ബ്ലാക്ക് മോഡിലോട്ട് ഈ ഡാർക്ക് മോഡിലോട്ട് ആയിക്കോട്ടെ കേട്ടോ, എന്നാൽ മാത്രമേ നമുക്ക് ഒന്നുകൂടെ കാണാനായിട്ട് വ്യക്തത ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലിപ്പോൾ അത്തരത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ജസ്റ്റ് ഇതിലോട്ടായിട്ടൊരു സംഭവം, പ്രധാനപ്പെട്ട ഒരു സംഭവം കണക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ പേരാണ് OTG എന്നുള്ളത് കേട്ടോ. അപ്പോൾ സാധാരണ മൊബൈൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഏകദേശം 50 രൂപക്കൊക്കെ OTG എന്ന് പറഞ്ഞ സാധനം വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഈ ഭാഗത്തോട്ടായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെയുള്ള സംഭവം ജസ്റ്റ് ഡയറക്റ്റായിട്ട് നമുക്ക് കേട്ടോളൂ കേട്ടോ. അപ്പോൾ OTG കണക്ഷൻ ഒന്ന് ഓൺ ആക്കി കൊടുക്കണ്ടോ, കാണുന്നുണ്ടോ OTG എന്നുള്ളത്. അപ്പോൾ അവിടെ OTG ഓൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇപ്പോൾ എന്ത് വന്നു, ഇവിടെ ഒരു ആരോ മാർക്ക് വന്നു കണ്ടോ. അപ്പോൾ സാധാരണ ഇവർ ഞാൻ ഇവിടെ ആക്കുമ്പോണ്ടോ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ എന്തുണ്ട്, ഇപ്പോൾ എൻ്റെ മൊബൈലിനെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ മൗസാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ വീഡിയോയുടെ സ്പീഡ് കൂട്ടാണ്ട് പോവുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലൊരു മൗസ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് വരുന്നത് 200 രൂപ, സാധാരണ ചെറിയ പൈസക്ക് തന്നെ വാങ്ങാണ്ട് കഴിയും. അപ്പോൾ അത്തരത്തിലുള്ളൊരു മൗസ് വാങ്ങിക്കഴിഞ്ഞാൽ ചില മൊബൈൽ ഫോണൊക്കെ ഉണ്ടാവും, ചില ഭാഗത്ത് ടച്ച് കിട്ടുന്നില്ല, വർക്കിംഗ് ചെയ്യുന്നില്ല, പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെയുള്ള മൊബൈൽ ഫോണൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇത്തരത്തിലുള്ള മൗസ് യൂസ് ചെയ്യാൻ നമുക്ക് സംഭവം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാം. ഇനി നമ്മൾ എന്തായാലും ജസ്റ്റ് മൊബൈൽ ഫോണിലൊരു ആപ്ലിക്കേഷൻ, നമുക്കൊരു VN ആപ്ലിക്കേഷൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് നോക്കാം. ന്യൂ പ്രോജക്റ്റ് എടുക്കാം നമുക്ക്. ഇതും വർക്ക് ആവുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഇത് താത്തുന്നതിനനുസരിച്ച് ഇത് പോകുന്നുണ്ട് കണ്ടോ, ഇത് താത്തുന്നതിനനുസരിച്ച് ഇത് പോകുന്നുണ്ട്, എല്ലാം വർക്കിംഗ് ആണ് കണ്ടോ. സംഭവം അടിപൊളി കേട്ടോ. ഇവിടെ ടച്ചിങ്ങും വർക്കാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കാം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇത്തരത്തിൽ നമുക്ക് എല്ലാ സമയവും ഇനിയിപ്പോൾ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇത്തരത്തിൽ നമുക്ക് ഓരോ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ മൗസ് ഒരു രക്ഷയില്ല. ഇനി നമുക്ക് ചെയ്ത് നോക്കാനുള്ളത് നമ്മുടെ കീബോർഡിൻ്റെ കാര്യമാണ്. അപ്പോൾ കീബോർഡിൻ്റെ കാര്യമാണ് ഇനി എന്തായാലും അടിപൊളി മനസ്സിലാവും. അപ്പോൾ സംഭവം മൗസ് ഒരു രക്ഷയില്ല, സംഭവം സെറ്റാണ്. അപ്പോൾ അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു കീബോർഡാട്ടോ. നമ്മൾ സാധാരണ കീബോർഡ് ഉണ്ടല്ലോ, ഇത് ഈ കീബോർഡാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ മൊബൈൽ ഫോൺ ഓഫ് ആക്കിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ജസ്റ്റ് ചെയ്യും, നമ്മൾ ഇത് കീബോർഡ് വർക്കാവുന്നതുകൊണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നോട്ട് പാഡ് എടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, നമുക്കൊരു നോട്ട് പാഡിൽ എഴുതി നോക്കാം. ഇത് കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റാത്ത ഒരു സംഭവം കണ്ട്, അപ്പോൾ അത് നിങ്ങൾ കാണണ്ട. യെസ്, അപ്പോൾ നമ്മളിപ്പോൾ ഒരു നോട്ട് പാഡ് എടുത്തിട്ടുണ്ട്. നമുക്കെന്ത് ചെയ്യാം, കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നു കണ്ടാ, വല്ലാതെ ഇതായാലും പ്രശ്നമാണ്. യെസ്, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് OTG ഇവിടുന്ന് ഒഴിവാക്കാം. OTG ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് സാധാരണ പോലെ ഇതിലോട്ട് OTG ഇടാം. OTG ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് കണക്റ്റാക്കി വെക്കാം. അയ്യോ യെസ് ഗൈസ്, സെൻ്റെ പൊന്നു സംഭവം സെറ്റാട്ടോ. അപ്പോൾ ഞാനൊന്നുകൂടെ കാണിച്ചു തരാം ഗൈസ്. ഞാനിതിങ്ങനെ കണ്ടപ്പോൾ ഒരു സംഭവമാണ് ഓർത്ത് ഞാൻ കാണിച്ചു തരാം. ചില കണ്ടില്ല നിങ്ങൾ ഡാറ്റ ആൻഡ് ജോബൊക്കെ ചെയ്യണവർ. ഇപ്പോൾ ഞാൻ എൻ്റെ പേര് ചെയ്താട്ടോ ഇവിടെ കണ്ടോ, ഇവിടെ വന്നു. എൻ്റെ പൊന്നു ഗൈസ്, സംഭവം അടിപൊളിയായിട്ടോ. ഇപ്പോൾ ഞാൻ എൻ്റെ പേര് അടിക്കാൻ പോവാണ്, യൂടെക്. അല്ല സോറി, എൻ്റെ പേരല്ലേ, എൻ്റെ പേര് യൂടെക് അല്ല. എൻ്റെ പേര് അറിയാത്തവർക്ക് ഞാൻ വേണ്ടി പറഞ്ഞുതരാം. എൻ്റെ പേര് ഇതാണ്, കാണുന്നുണ്ടോ? എൻ്റെ പേര് സെയ്ദ് എന്നാണ്.
അപ്പോൾ ഞാൻ എൻ്റെ പേരടിച്ചു, നമുക്ക് ചാനലിൻ്റെ പേരടിച്ചു നോക്കാം. കണ്ടോ, പക്ക അടിപൊളി സാധനം. എൻ്റെ പൊന്നോ, കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ബ്രൈറ്റ്നസ് കുറക്കാം, എന്നാലായിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടെ കാണുന്നുണ്ടാ. നമുക്ക് എന്തായാലും ഇനി വേറെ പേരടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയി എങ്ങനെ ഉണ്ടാവുന്ന ഇപ്പോൾ ജസ്റ്റ് മനസ്സിലായില്ലേ. സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ചെറിയ ഇതായിട്ടോ, അതായത് നമ്മൾ ജസ്റ്റ് ഇത്രയും കാലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് സിസ്റ്റത്തിലേക്ക് ആണെന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മൊബൈൽ ഫോണിലോട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ഓർത്തതെന്ന് വെച്ചാൽ ഡാറ്റ ആൻഡ് ജോബൊക്കെ ചെയ്യുന്നവർ ചില കണ്ടിട്ടുണ്ട് ഫുള്ള് കുത്തിയിരുന്നാണ് മൊബൈലിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ എന്താ പറയുക കീബോർഡ്, മൊബൈലിലത്തെ ആ ഒരു കീബോർഡിൽ വെച്ചാണ് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുന്നത് കണ്ടിട്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ ഭയങ്കര അത് റിസ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ ഡാറ്റ ആൻഡ് ജോബൊക്കെ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ഉപകാരപ്പെടും. ജസ്റ്റ് മൊബൈൽ ഫോണിൽ OTG ഓണാക്കിയാണ്ട് ജസ്റ്റ് കീബോർഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് നമ്മൾ കീബോർഡിൽ യൂസ് ചെയ്യുന്നത്, അപ്പോൾ അത്തരത്തിൽ തന്നെ നമുക്ക് സംഭവം അടിപൊളി ചെയ്യാൻ കഴിയും. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളി തന്നെയാണ്. പിന്നെ ഞാനത് ഒരിക്കലും നമ്മുടെ കീബോർഡ് വർക്ക് ചെയ്യുന്ന കാര്യം എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് കീബോർഡ് വെച്ചാണ് ഇപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനോ കാര്യമൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സംഭവം അടിപൊളി ചെയ്യും, അടിപൊളിയായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെന്താ ഇനി ജോബോ ഈ ഓൺലൈനായിട്ട് എന്തെങ്കിലും പാർട്ട് ടൈം ആയിട്ട് ജോബൊക്കെ നോക്കിയപ്പോൾ ടൈപ്പിംഗ് ജോബൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത്തരത്തിലുള്ള ജോബൊക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്തായാലും ഈ ഒരു സംഭവം, അതായത് നമ്മുടെ കീബോർഡിൻ്റെ സംഭവം എന്തായാലും അടിപൊളിയായിട്ട് യൂസ് ചെയ്യും, ഉപകാരപ്പെടും. പിന്നെ അതായത് മൗസിൻ്റെ കാര്യം എന്താ വെച്ചാൽ ചില ഭാഗത്ത് ടച്ച് കിട്ടാതെ അങ്ങനെ പല മൊബൈലിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് മൗസ് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് എക്സൈറ്റഡ് ആയതായിരുന്നു. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കേട്ടോ. പിന്നെ വീഡിയോ കഴിഞ്ഞ് മുന്നായിട്ട് ഒരു ചെറിയ വലിയ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ചില മൊബൈലിൽ ഇപ്പോൾ നമ്മൾ OTG എനേബിൾ ചെയ്യുന്ന സമയത്ത് ചിലത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ലൈറ്റും ഇപ്പോൾ നമ്മൾ മൗസിലേക്ക് കണ്ടല്ലോ ചെറിയ റെഡ് LED കത്തിയത്, അപ്പോൾ അത്തരത്തിൽ പവർ കിട്ടണമെന്നില്ല. അപ്പോൾ ചിലതിൽ സെറ്റിങ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ OTG കണക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എനേബിൾ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യം ജസ്റ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു കാര്യം ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മളെ OTGക്കുള്ള സെറ്റിങ്സിൽ എവിടെയൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നു, അഡീഷണൽ സെറ്റിങ്സിൽ. ഞാൻ എൻ്റെ മൊബൈൽ റിയൽമി C11 ആണ്. അപ്പോൾ അതിൽ നോക്കിയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ അഡീഷണൽ, ഇപ്പോൾ അതിലിങ്ങനെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അഡീഷണൽ സെറ്റിങ്സ് എന്നുള്ള ഇതുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ OTG കണക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓണാക്കാനുള്ളതുണ്ട്. അപ്പോൾ ആ കാര്യം ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, സെപ്പറേറ്റ് ആയിട്ട് തന്നെ OTG ഓണാക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും അവിടെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പുറത്ത് നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്നത്തെ വീഡിയോ ക്ഷമിക്കുക, നമ്മൾ നാളെ മുതൽ ഇനി കാണുന്നില്ല എന്ന് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യും. ഒരു ചെറിയ കാര്യം നമ്മൾ പറയാണ്ട് മറന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു വീഡിയോക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ലൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു 100 ലൈക്കാണ്. ആ 100 ലൈക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ആക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പറ്റുന്നവരൊക്കെ പ്ലീസ് ഹെൽപ്പ് ചെയ്താണ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതായത് നാളെ ഇനി വെറൈറ്റി ആയിട്ട് എന്തായാലും ജസ്റ്റ് മഴയും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ട് നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.